പ്രൈസ് ലോർഡ്. ജോനാസ് തിയറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 144,000 പേര് അല്ലെങ്കിൽ 1,44,000 പേര് യഹൂദ ഗോത്രത്തിൽപ്പെട്ടവരല്ലെന്നും അതേപോലെ യഹോവ സാക്ഷികളല്ലെന്നും പിന്നെ TPM-കാരോ അല്ല എന്നുമാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനപ്പെട്ട 3 ആശയങ്ങളാണുള്ളത്. ഒന്ന്, ഒരു ഗ്രൂപ്പ് പറയുന്നു ഇത് ഇസ്രായേൽ ഗോത്രത്തിൽപ്പെട്ടവരാണെന്ന്. രണ്ടാമത്തെ ഗ്രൂപ്പ് പറയുന്നത് യഹോവസാക്ഷികൾ പറയുന്നത് അവരാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് പറയുന്നത് ഇത് TPM-കാരാണ്, TPM-ലെ വേലക്കാരാണെന്നാണ് ഈ TPM-കാർ പഠിപ്പിക്കുന്നത്. ഇത് മൂന്നും അല്ല എന്ന് നമുക്ക് നോക്കാം. അല്ല, ഒന്ന്, ഈ യഹൂദന്മാരിൽ നിന്നുള്ളവരാണെന്ന് പറയാൻ കാരണം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലും അവിടെ ഒരു 144,000 പേരെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് യഹൂദന്മാരിൽ നിന്നുള്ളവരാണെന്ന് പറയാൻ കാരണം. അപ്പോൾ അവർക്ക് ചില യോഗ്യതകളുണ്ട്. അപ്പോൾ ഞാൻ ആ വാക്യം വായിക്കാം. വെളിപ്പാട് 7:1 മുതൽ. അതിൻ്റെ ശേഷം ഭൂമിയിന്മേലും കടലിന്മേലും യാതൊരു വിഷയത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. രണ്ടാം വാക്യം, മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ പറഞ്ഞു. എന്നിട്ട് പറയാണ്, മുദ്രയേറ്റവരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേരായിരുന്നു. അപ്പൊ 12 ഗോത്രങ്ങളിൽ നിന്ന് എന്താണ് മുദ്രയിട്ടപ്പെട്ടവര്, അതായത് യഹൂദ ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 12,000 പേര്, 12,000 പേര് വെച്ച് 12 ഗോത്രത്തിൽ നിന്ന് മുദ്രയിട്ടപ്പെട്ടവരാണ് ഈ 1,44,000 പേരെന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇവരുടെ നെറ്റിയില് മുദ്രയിടുന്നുണ്ട്. അപ്പൊ അതേപോലെ എന്താണ് 14-ാം അധ്യായത്തിലും മുദ്രയേറ്റപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ ഇവിടെ ദൈവത്തിന്റെ ദാസന്മാരെന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിലും ദൈവത്തിന്റെ ദാസന്മാരെന്ന് പറയുന്നതുകൊണ്ട് 14-ാം അധ്യായത്തിലെ ആ 144,000 പേര് തന്നെയാണ് ഇവരെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ 144,000 എന്നൊരു സംഖ്യ 7-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും കാണുന്നതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണെന്നാണ് ഈ ഗ്രൂപ്പുകൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇത് യഹൂദന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ ഇവർ തന്നെയാണ് അവര് എന്ന് പറഞ്ഞ യഹൂദന്മാരിൽ നിന്ന് മുദ്രയേൽക്കപ്പെട്ട ഈ 144,000 പേര് തന്നെയാണ് 14-ാം അധ്യായത്തിലെ 144,000 പേരെന്നാണ് ഇവരെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അവിടെ ആത്മീകമായ സിയോനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ വെളിപ്പാട് 7-ല് ഭൗതികമായ സിയോനിലെ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. അതായത് യഹൂദന്മാർക്ക് ഭൗതികമായ സിയോനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ പല വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ 2 ശമൂവേലിന്റെ പുസ്തകം 5:7 ഈ ഭൗതികമായ സിയോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം പക്ഷെ വെളിപ്പാട് 11:1 സിയോൻ മലയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്വർഗീയമായ അനുഭവത്തിൽ നിൽക്കുന്ന 144,000 പേരെയാണ് നമ്മൾ കാണുന്നത്. ഈ സങ്കീർത്തനം 50:2 അവിടെ പറഞ്ഞിരിക്കുകയാണ്, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. കണ്ടോ? അപ്പോൾ ആ സിയോൻ, ദൈവം പ്രകാശിക്കുന്ന സിയോൻ ഏതാണ്? ഭൗതികമായ സിയോനല്ല, സ്വർഗീയമായ സിയോനാണ്. അത് തന്നെയാണ് വെളിപ്പാട് 14:13 എന്താണ് പറഞ്ഞിരിക്കുന്ന സിയോൻ പർവ്വതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വളരെ വ്യക്തമാണ്. എബ്രായർ ലേഖനം 12-ാം അധ്യായം അതിന് 22 മുതൽ 24 വരെ വാക്യങ്ങളിൽ എന്താണ് സ്വർഗീയ സിയോനെ കുറിച്ചാണ് എന്ത് ചെയ്തേക്കണേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഭാഗം വേണ്ടി നമുക്ക് നോക്കാം. എബ്രായർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 22 അവിടെ ഇതിരിക്കുന്ന എങ്ങനെയാണ്, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും എന്നിവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ വളരെ വ്യക്തമാണ്, സിയോൻ പർവ്വതത്തിൽ അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേം, അവിടെ സ്വർഗീയ സിയോനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 14-ാം അധ്യായത്തിലും ഈ സ്വർഗീയ സിയോനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഒരിക്കലും എന്നല്ല ഭൗതികമായ സിയോനല്ല. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 144,000 പേരും 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 144,000 പേരും രണ്ടും രണ്ടാണ്. ഒരിക്കലും
യഹൂദന്മാരിൽ നിന്ന് മുദ്രയേൽക്കപ്പെട്ടവരല്ല എന്ന് വളരെ വ്യക്തമാണ്. രണ്ടാമതായിട്ട് ഈ യഹോവ സാക്ഷികൾ പറയുന്നത് എന്താണെന്നറിയാമോ? അവർ പറയുന്നത് ഈ 144,000 ക്രിസ്തുവിന്റെ സഹഭരണാധികാരികളാണ്, രാജകീയ പുരോഹിത വർഗമാണ്, ക്രിസ്തുവിനെ പോലൊരു പുനരുദ്ധാനത്തിന് അവർ മാത്രമാണ് യോഗ്യർ എന്നാണ് അവർ പഠിപ്പിക്കുന്നത്, യഹോവ സാക്ഷികൾ. പക്ഷെ അത് യഹോവ സാക്ഷികളല്ലെന്ന് ഒറ്റ വാക്യം കൊണ്ട് തെളിയിക്കാൻ പറ്റും. കാരണം ഇവരുടെ നെറ്റിയിൽ യേശുവിന്റെ നാമം ഉണ്ടെന്നാ. യഹോവ സാക്ഷികൾ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് ഒരിക്കലും എന്തല്ല, യഹോവ സാക്ഷികളല്ല എന്ന് വളരെ വ്യക്തമാണ്. ഇനി മൂന്നാമതായിട്ട് ഇത് TPM-ലെ വേലക്കാരാണെന്ന് പഠിപ്പിക്കുന്നു. അത് അതിനേക്കാളും വലിയ വിപരീത ഉപദേശമാണ്. ഇപ്പൊ തന്നെ അവർ പറഞ്ഞത് ഇതിപ്പോ TPM-ല് 144,000 വേലക്കാർ കഴിഞ്ഞു പോയി എന്ന് പറയുന്നത്. ഇപ്പൊ അവർക്ക് തന്നെ കൺഫ്യൂഷനായി. അതുകൊണ്ട് ഇപ്പൊ 144,000 പേരെ കുറിച്ച് ഇപ്പൊ അവർ പ്രസംഗിക്കുന്നില്ല. കാരണം അവർക്ക് മനസ്സിലായി ഇത് അബദ്ധമാണെന്ന് മനസ്സിലായി. കാരണം അങ്ങനെയാണെങ്കിൽ വേലക്കാർ 144,000 ആകുമ്പോൾ നിർത്തണം, ഇനി ഒരു വേലക്കാരെ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ അതെന്ത് ചെയ്തു, കഴിഞ്ഞുപോയി. കണ്ടോ? അപ്പൊ ഇത് ഈ 3 കൂട്ടരുമല്ല ഈ 144,000 പേര്, അതായത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലെ ഈ 144,000 പേര് ഈ 3 കൂട്ടരുമല്ല എന്ന് വളരെ വ്യക്തമാണ്. ഒന്ന്, യഹൂദന്മാരല്ല. 2, യഹോവ സാക്ഷികളല്ല. മൂന്നാമതായിട്ട് ഇത് TPM-ലെ വേലക്കാരുമല്ല എന്ന് വളരെ വ്യക്തമാണ്. ഇനി ഇതാരാണെന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് വിശദീകരിക്കും. കർത്താവ് നമ്മളെല്ലാവരെയും ഒരിക്കലും കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.